കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി അല്ലാത്ത പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ തീർച്ചയായും അധികാരം നഷ്ടപ്പെട്ടു, BJP ആയിട്ടുള്ള ഡീല് നഷ്ടപ്പെട്ടു. തീർച്ചയായും പിന്നെ BJPക്ക് ഇദ്ദേഹത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് BJPൻ്റെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. ഈ വിഷയത്തിൽ ഈ അന്വേഷണ ഏജൻസിക്ക് കൃത്യമായി തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുക്കുകയും അതിൽ എൻക്വയറി നടത്തുകയും ചെയ്തിട്ട്. എൻക്വയറി നടത്തുന്നതിന് ആരും എതിർക്കുന്നില്ലല്ലോ. പിന്നെ ഇത് എതിർക്കല്ലേ ചെയ്തത്? നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്തെ നിങ്ങൾ പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടിട്ട് വാദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളല്ലോ. ഞാൻ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ 6 മണിക്ക് പോയ തെറ്റ് അല്ല, 6 മണിക്ക് പോയ തെറ്റ് തന്നെയാണ്. 10 മണി തൊട്ട് 5 മണി വരെ തെറ്റ് തന്നെയാണ്. കേരളത്തിലെ ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ മടിയിൽ കനവനെ ഭയക്കാനുള്ളത്. എന്തിനാ ഭയന്നു പോയത്? മടിയിൽ കനമുള്ളതുകൊണ്ടല്ലേ ആര് ഭയന്നു? തിരിച്ചിറങ്ങി വന്നതിന് ശേഷം പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടിയാണ് പ്രവർത്തകരെ കുറെ ആൾക്കാർ അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടായിരുന്നു മുഖത്ത്? അയാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. SFIO എന്ന് പറഞ്ഞ വേറൊരു കേന്ദ്ര ഏജൻസി ഈ അനധികൃതമായ പണമിടപാടിനെ കുറിച്ചിട്ട് ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിർമ്മലാ സീതാരാമൻ, അതായത് ധനമന്ത്രിയുടെ നിർമ്മലാ സീതാരാമന്റെ മേശപ്പുറത്ത് കിടക്കുന്നുണ്ട്. രാജേട്ട നമസ്കാരം. രാജേട്ട, ഇന്ന് ED മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലും തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ വീട്ടിലും ഒപ്പം മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് വീട് അതോടൊപ്പം തന്നെ കർത്തയുടെ ആലുവയിലെ വീട് അങ്ങനെ 10 ഇടങ്ങളിലായിട്ടാണ് എക്സാലോജിക്കിന്റെ ഓഫീസ് ഇവിടെ 10ഓളം സ്ഥലങ്ങളിലാണ് 12ഓളം സ്ഥലങ്ങളിലാണ് ഒരേ സമയം തന്നെ റെയ്ഡ് നടത്തിയിട്ടുള്ളത്. റെയ്ഡ് നടത്തുന്നതിനെയും അതോടൊപ്പം തന്നെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനെയൊന്നും യാതൊരു തരത്തിലും നമുക്ക് എതിർക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ അതിരാവിലെ 6 മണിക്ക് ഒരു മുൻ മുഖ്യമന്ത്രി, അതായത് 1 മാസം മുമ്പ് വരെ മുഖ്യമന്ത്രി ആയിട്ടിരുന്ന ഒരാളുടെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത്, അതല്ലെങ്കിൽ നിലവിലത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അതിൽ ചില അസ്വസ്ഥതകൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകരിൽ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. കാരണം അതിനെ വേറെ തരത്തിൽ ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് മടങ്ങുന്ന സമയത്ത് പ്രവർത്തകരുടെ ആക്രമണത്തിനും ഇരയായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്നാൽ കണ്ണൂരിലും കോഴിക്കോടും ഒക്കെ ആളുകൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉദ്യോഗസ്ഥരെ പോകാൻ വേണ്ടി അനുവദിച്ചു. പക്ഷേ അവർ പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു, മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആക്രമണം അതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഈ അതിരാവിലെ 6 മണിക്ക് തന്നെ എത്തി 8 മണിക്കൂറോളം ഒരു മുൻ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ നിലവിലത്തെ പ്രതിപക്ഷ നേതാവിനെ ഒരു പുറത്തേക്ക് ആരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കാത്ത മാതിരി എല്ലാ കമ്മ്യൂണിക്കേഷനും ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു മുൻ മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവിനെ ഇരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു അസ്വാഭാവികതയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൂടാതെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നുണ്ടായിരിക്കുന്ന ഈ ഒരു സംഭവം ഇത് CPM എന്ന പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായിരുന്നു, പലതരത്തിലുള്ള എതിർപ്പുകൾ പല ഏരിയ കമ്മിറ്റികളിലും ജില്ലാ സമ്മേളനങ്ങളിലും ഒക്കെ ഉയർന്നു വന്നിരുന്നു. ഇതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് വീണ്ടും ഒരു ഹീറോ പരിവേഷം അണിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് പറയാനുള്ളത്? അല്ല, ഇതിലിപ്പം പിണറായി വിജയന് വലിയ മൈലേജ് കിട്ടി, അതുപോലെ CPMന് കുറച്ചും കൂടി ഊർജ്ജം കിട്ടി എന്നുള്ളതൊക്കെ ശരിയാണ്. കാരണം BJP അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു റെയ്ഡ് അല്ലെങ്കിൽ EDയുടെ ഒരു നിലപാട് നടപടികളൊക്കെ ആസൂത്രണം ചെയ്തു കൊടുത്തതാണോ എന്ന് തന്നെ സംശയിക്കേണ്ടതാണ്. കാരണം കേരളത്തിലെ ഇന്ന് KK രാഗേഷ് പറയുന്നുണ്ട്, ഈ കേരളത്തിലെ UDFനെ അല്ല BJP ലക്ഷ്യമിടുന്നതെന്നും LDFനെയാണ് ലക്ഷ്യമിടുന്നതെന്നും, കാരണം UDFന് വലിയ ജനകീയ അടിത്തറയുണ്ടെന്നും ആ അടിത്തറ ഒരിക്കലും BJPക്ക് എൻകാഷ് ചെയ്യാൻ പറ്റില്ല എന്നും, അതുകൊണ്ട് ഈ CPMനാണ് അവർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ള ഇത് ഞാൻ പറഞ്ഞല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ KK രാഗേഷ് ഇന്ന് പറഞ്ഞ സാധനമാണ്. പാർട്ടി ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ ഇടയ്ക്ക് മണ്ടത്തരങ്ങൾ പറയും. ഇടക്കല്ല മണ്ടത്തരങ്ങൾ മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് EDയുടെ റെയ്ഡ് അതുപോലെ തന്നെ CBIയുടെ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇത് ആദ്യത്തെ അല്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുവരെ കയറിയിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി അല്ലാത്ത പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ തീർച്ചയായും അധികാരം നഷ്ടപ്പെട്ടു, BJP ആയിട്ടുള്ള ഡീല് നഷ്ടപ്പെട്ടു. തീർച്ചയായും പിന്നെ BJPക്ക് ഇദ്ദേഹത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് BJPൻ്റെ കൂടി നിർദ്ദേശപ്രകാരമായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. പിന്നെ അതിരാവിലെ റെയ്ഡ് ചെയ്തു എന്ന് പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. കാരണം പലപ്പോഴും പോലീസ് ഓഫീസർമാരും പല കേസുകളിലും അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ പലതും പല സംസ്ഥാനങ്ങളിലും നമുക്കറിയാം. അരവിന്ദ് കെജ്രിവാളിനൊക്കെ റെയ്ഡ് ചെയ്തതും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആയിരിക്കെ തന്നെ ജയിലിൽ പിടിച്ചിട്ട കാര്യങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള BJP വിരുദ്ധരായ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളിലെ മുഖ്യമന്ത്രിമാരെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്.
ഇപ്പം സ്റ്റാലിനെ മാത്രമാണ് അത്തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റാത്തത്. ഇപ്പം കർണാടക ഉപമുഖ്യമന്ത്രി നാളെ മുഖ്യമന്ത്രി ആവേണ്ട DK ശിവകുമാറിനെ ഇതുപോലെ റെയ്ഡ് ചെയ്യുകയും പിടിച്ചുകൊണ്ട് പോവുകയും ജയിലിടുകയൊക്കെ ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ ഇടയ്ക്ക് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിണറായി വിജയനെതിരെ വിവിധ ആരോപണങ്ങളുണ്ടായി, പല കേസുകളുണ്ടായെങ്കിൽ പോലും അതൊക്കെ കൃത്യമായി വളരെ പെട്ടെന്ന് തന്നെ ഇടപെടുകയും ആ കേസിൽ നിന്നൊക്കെ വിടുതൽ വാങ്ങുകയൊക്കെ ചെയ്തുകൊണ്ട് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇതുവരെ കയറാൻ പറ്റിയില്ല. പല നോട്ടീസും പിണറായി വിജയൻ്റെ വീടിൻ്റെ പിന്നെ മുന്നിൽ വരെ വന്നിട്ട് പല നോട്ടീസും പിന്നെ ആവിയായി പോയിട്ടുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. പക്ഷേ ഇത് പിണറായി വിജയനെ തേടി വന്നതല്ല ഇടി. അവിടെയാണ് പ്രശ്നം. ഈ പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നു എന്നൊക്കെയുള്ള നറേറ്റീവ് ഉണ്ടാക്കിയത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. ഈ മാധ്യമങ്ങൾ ഇളക്കി വിട്ടിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്രയും ആളുകൾ ഈ പിണറായി വിജയൻ്റെ എല്ലാ രണ്ട് വീടും, മുറിയാസിൻ്റെ വീട്, അതുപോലെ തന്നെ പിണറായിയിലെ അദ്ദേഹത്തിൻ്റെ വീട്, തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിൽ അദ്ദേഹത്തിൻ്റെ വാടക വീട്, ഇത്രയും സ്ഥലങ്ങളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ തള്ളി വരാനും പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഇതുണ്ടാക്കി, നറേറ്റീവ് ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ പിണറായി വിജയനല്ല ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വീടല്ല റെയ്ഡ് ചെയ്യുന്നത്. വീണ തൈക്കണ്ടി എന്ന് പറഞ്ഞ ഒരു ആളും അവരുടെ എക്സാലോജിക് എന്ന കമ്പനിയും ഈ കരിമണൽ കർത്തേൻ്റെ അടുക്കൽ നിന്നും അനധികൃതമായി ചെയ്തു കൊടുക്കാത്ത ജോലിക്ക് പ്രതിഫലം മേടിച്ചു എന്നുള്ളതാണ് വിഷയം. ഇത് ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത ഒരു പരാതിൻ്റെ പേരിലല്ല. കേന്ദ്ര ഏജൻസി തന്നെ നടത്തിയ അന്വേഷണത്തിൽ ഈ ഡയറിയിലുണ്ടായ കുറിപ്പും അതുപോലെ തന്നെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുള്ള ചില ഇടപാടുകളൊക്കെ കണ്ടപ്പോൾ അതിൽ നടന്ന അന്വേഷണത്തിലാണ് ഇത്തരം കേസുകളിലേക്ക് വരുന്നത്. അപ്പം ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ട് എന്നുള്ള നിഗമനത്തിലാണ് ED ഈ കേസെടുക്കുന്നത്. SFIO എന്ന് പറഞ്ഞ വേറൊരു കേന്ദ്ര ഏജൻസി ഈ അനധികൃതമായ പണമിടപാടിനെ കുറിച്ചിട്ടൊരു എൻക്വയറി നടത്തിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നിർമ്മലാ സീതാരാമൻ, അതായത് ധനമന്ത്രിയുടെ നിർമ്മലാ സീതാരാമൻ്റെ മേശപ്പുറത്ത് കിടക്കുന്നുണ്ട്. ആ മേശപ്പുറത്ത് കിടക്കുമ്പോഴാണല്ലോ KV തോമസിന്റെ മധ്യസ്ഥതയിൽ കേരള ഹൗസിൽ ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ട് KV തോമസ്, പിണറായി വിജയൻ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും നിർമ്മലാ സീതാരാമനെ അപ്പുറം ഇപ്പുറം ഇരുത്തിയത്. ഇത് തോമസ് വർഷനെ നമ്മളോട് പറഞ്ഞാണ്, അപ്പുറം അവരെ ഇരുത്തി കൊടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതൊക്കെ സെറ്റിൽ ചെയ്ത് പോകും എന്നായിരുന്നു കരുതിയിരുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി EDയുടെ അന്വേഷണവുമായി മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കേസ് കൊടുത്തു. ഇവർ കർത്തയും കൊടുത്തു, അതുപോലെ തന്നെ എക്സാലോജിക്ക് കൊടുത്തു. എക്സാലോജിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേസ്, ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസ് ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്, അന്വേഷണം മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിനെ നേരിടാൻ വേണ്ടിയിട്ട് വീണ വിജയൻ പല സ്ഥലങ്ങളിലായിട്ട് കേസ് കൊടുത്തിരിക്കുന്നത്. ഇതിന് CPM ആയിട്ട് യാതൊരു ബന്ധമില്ല. ഇതാണ് എൻ്റെ നറേറ്റീവ്. ഇതിന് CPM ആയിട്ട് ഒരു ബന്ധമില്ല. ഇത് CPMനെ തകർക്കാനുമല്ല, CPMനെ തകർക്കാനാണെന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇപ്പോൾ വന്നല്ല. ഈ കേസ് 2024 തൊട്ട് ഇങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ട് അത് ഉപയോഗിച്ച് CPMനെ തകർക്കാം എന്നുള്ളൊരു നറേറ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിരാവിലെ 6 മണിക്ക് തന്നെ പിണറായി വിജയന്റെ താമസിക്കുന്ന വീട് രാത്രിയിൽ 1 മണിക്കൊന്നും അല്ല. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലല്ല പോയെന്ന്. അത് അവരെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ നിയമിതനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ അടുത്ത 5 വർഷവും പ്രതിപക്ഷ സ്വരമായിട്ട് CPMന്റെ മുമ്പിൽ നിന്നുകൊണ്ട് CPMനെ നയിക്കേണ്ട ഒരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് നേരെ ഒരു വാളോങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും CPM സ്വാഭാവികമായിട്ടും ഒരു CPMൽ പ്രതികരണം ഉണ്ടാവുമല്ലോ. സ്വാഭാവിക പ്രതികരണം മാത്രമാണ് ഇന്നുണ്ടായിരുന്നത്. സ്വാഭാവിക പ്രതികരണം അല്ല സിബി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, അവിടെ അക്രമമല്ല നടന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ച കാറ് തല്ലിപ്പൊളിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പാലിക്കേണ്ട കുറച്ച് രാത്രി നട്ടപ്പാരക്ക് പോയി കയറിയത്. ഒരാളെ 8 മണിക്കൂറോളം പുറത്ത് ലോകവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാതെ അകത്തിരുത്തിയതിനു ശേഷം ഇവരെന്താണ് ചെയ്യേണ്ടത്? പത്രമാധ്യമങ്ങളല്ല എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതായിക്കൊള്ളട്ടെ. അപ്പൊ പത്രമാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കണം. അതായത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയനെ ED ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യൽ ഇന്നും നാളെയും ഒരുപക്ഷെ തുടർന്നേക്കാം. ഒരുപക്ഷെ ഇന്ന് അറസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്താണ്? പ്രവർത്തകരെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് ഈ പറഞ്ഞ പിണറായി വിജയൻ. ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തത്. പിണറായി വിജയൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പിണറായി വിജയനെ പുറത്തെത്തിച്ച് പിണറായി വിജയൻ പത്രമാധ്യമങ്ങളെ കണ്ടതിന് ശേഷമാണ് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്നത് എങ്കിൽ ഈ പറഞ്ഞ സംഭവം ഉണ്ടാവത്തില്ല.
പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ ഉണ്ടായിട്ടുണ്ട്. 8 മണിക്കൂറോളം പോലീസിന്റെ ഭാഗത്ത് അനാസ്ഥ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയേണ്ടത്. 8 മണിക്കൂറോളം, അതായത് അവിടെ തടിച്ചു കൂടിയിരിക്കുന്ന CPM-കാരാ, മറ്റേ കോൺഗ്രസ്സുകാരെ 10-30 പ്രവർത്തകർ കൂടും, ബാക്കിയുള്ള എല്ലാവരും മറ്റേ ബിരിയാണി വാങ്ങിച്ചു കൊടുത്തിട്ട് കൊണ്ടിരുന്ന മാതിരിയല്ല. ഇത് CPM പ്രവർത്തകരാണ് അവിടെ കൂടിയേക്കുന്നത്. അവരവിടെ കൂടിയിരിക്കുന്ന സമയത്ത് ഇത് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അനൗൺസ്മെന്റ് നടത്തിയോ അല്ലെങ്കിൽ ബസ്സിന് ഇറക്കിയേക്കുന്നല്ല, ആളുകളെല്ലാം തനിയെ ഓടിയെത്തിയതാണ് അവിടെ. ആ ഓടിയെത്തിയ ആളുകളെ സംബന്ധിച്ചിട്ട് അവർ റിയൽ ആയിട്ട് അവർ പിണറായി വിജയനെ ക്യാപ്റ്റനായിട്ട് ആരാധിക്കുന്ന ആളുകൾ തന്നെ ആദരിക്കുന്ന ആരാധിക്കുന്ന ആളെന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഈ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്ന സമയത്ത് പുലർത്താൻ കുറച്ച് ജാഗ്രത ഉണ്ടായിരുന്നു. അത് പുലർത്തിയിട്ടില്ല. തങ്ങളുടെ നേതാവിനെ ഇപ്പോഴും അകത്ത് എന്തോ ബന്ധിച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള രീതിയിലുള്ള ഒരു സംശയം അവരുടെ മനസ്സിലുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു വികാരപ്രകടനം മാത്രമാണ് അന്വേഷണം അവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അന്വേഷണ ഏജൻസി അവർ പുറത്ത് കടക്കുന്ന സമയത്ത് അവർക്ക് കൃത്യമായി പുറത്തേക്ക് പോകാനുള്ള സൗകര്യങ്ങളും അതിനുള്ള സുരക്ഷയും ഒരുക്കേണ്ടത് ഇവിടുത്തെ പോലീസാണെന്നുള്ള യാതൊരു സംശയമില്ല. ഇവിടുത്തെ പോലീസിന് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. പക്ഷേ ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർ ഇന്നലെ കോടതി ED-യോട് ഈ അന്വേഷണം അതിന് മുന്നോട്ട് പോകാം എന്നുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ് അവർ ഇന്ന് കയറിയത്. ഈ കേസ് നിലനിൽക്കൊന്നും ED എവിടെയും കയറിയിട്ടില്ല, ആരെയും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചില്ല, ഇന്നും ആരെയും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ പത്രമാധ്യമങ്ങൾ എല്ലാ കാലത്തും ചില കൊട്ടേഷൻ പരിപാടികളാണല്ലോ ഇവിടെയുള്ള മാധ്യമങ്ങളൊക്കെ നടത്തി. അല്ല, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ED-ക്കെതിരെ കേസെടുത്ത ഒരു മുഖ്യമന്ത്രി കൂടിയാണിത്. അല്ല, അതൊക്കെ അന്നായിരുന്നു. അല്ല, ED-ക്കെതിരെ കേസെടുത്ത കാലത്തിന്റെ ED-ക്കെതിരെ കേസെടുത്ത ഒരു മുഖ്യമന്ത്രി ED-ക്കൊക്കെ കേസെടുത്ത് ഏത് സമയത്തായിരുന്നു? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇവിടെ അന്വേഷണത്തിൽ ഒരു മുഖ്യമന്ത്രിയുടെ കാലമായിരുന്നു. അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രഡ്ജ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആ ഉദ്യോഗസ്ഥന്മാരെന്നല്ലോ ഇന്ന് ED ഉദ്യോഗസ്ഥന്മാരെ ആളുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരം. ഞാൻ ഒരു കാര്യം പറയാം. ഈ അന്നത്തെ 1-ാം പിണറായിന്റെ കാലത്തുണ്ടായ സ്വർണ്ണക്കടത്ത് കേസ്, അതായത് നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ്ണ കേസും അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞു. 2-ാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ വലിയൊരു വിവാദങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ഈ കരിമണൽ കേസുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതായത് എക്സാലോജിക് എന്നുള്ള വീണ തൈക്കണ്ടിയുടെ, വീണ വിജയൻ എന്നൊന്നും പറയുന്നില്ലെന്ന് ഒരർത്ഥമില്ല, വീണ തൈക്കണ്ടിയുടെ കമ്പനിയുമായി ഉണ്ടായിരുന്ന വിഷയം. ഈ വിഷയത്തിൽ ഈ അന്വേഷണ ഏജൻസിക്ക് കൃത്യമായി തെളിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കുകയും അതിൽ എൻക്വയറി നടത്തുകയും ചെയ്തിട്ട്. എൻക്വയറി നടത്തുന്നതിന് ആരും എതിർക്കുന്നില്ലല്ലോ. പിന്നെ ഇത് എതിർക്കുകയല്ലേ ചെയ്തത്? നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്നത് ഞാൻ അവർക്ക് വേണ്ടിട്ട് വാദിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളല്ലോ. ഞാൻ പറയുന്ന കാര്യം എന്താണ്? നിങ്ങൾ 6 മണിക്ക് പോയ തെറ്റ്. അല്ല, 6 മണിക്ക് പോയ തെറ്റ് തന്നെയാണ്. 10 മണി തൊട്ട് 5 മണി വരെ പോയി കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. 6 മണിക്ക് പോയി കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഒരു പിണറായി വിജയനാണെങ്കിലും VD സതീശനാണെങ്കിലും ഇന്ന് KM മുരളീധരൻ രാവിലെ പറഞ്ഞ എന്താണ്? നമ്മുടെ സെക്രട്ടറി ചിലപ്പോൾ കയറുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെങ്കിൽ DK ശിവകുമാർ തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി തെറ്റ് ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ P ചിദംബരം തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവും. അങ്ങനെ തെറ്റ് ഒരു തെളിവില്ലാതെ ജയിലിൽ പോകത്ത് എന്താ എന്നിട്ട് ഇവർ ജയിലിൽ പോകാതെ ഞാനാണ് ചോദിക്കേണ്ടത്. അത് കൂടാതെ തന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് മറ്റേ അജിത് പവാറും പ്രഫുൽ പട്ടേലും ഒക്കെ BJP-യുടെ ഭാഗമായി ഒരുപാട് ആൾക്കാർ ഭാഗമായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് അവർക്കെതിരെയുള്ള ED കേസ് ക്യാൻസൽ ചെയ്തത്? ഇത് സിബി നിങ്ങൾ അറിയേണ്ടതെന്നറിയാം, ഇത് കണ്ടെത്തി ED എന്നല്ല, യഥാർത്ഥത്തിൽ ഒരു ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയ ചില രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം എക്സാലോജിക്കിലേക്ക് പോകുന്നത്. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ ആരെങ്കിലും കൊണ്ടേ കേസ് കൊടുത്തല്ല. ഇത് മാത്യു കുഴൽനാടനോ അല്ലെങ്കിൽ ഷോൺ ജോർജോ ഒന്നും കേസ് കൊടുത്തുണ്ടായതല്ല. ഞാൻ ഇപ്പൊ ചോദിക്കുന്നത്, എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന, അല്ല അത് എതിർക്കപ്പെടണമെന്നേ, അത് ആയിക്കൊള്ളട്ടെ. മുഖ്യമന്ത്രിമാരൊക്കെ എത്രയോ മണിക്കൂറുകൾ അന്വേഷണ ഏജൻസിന്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലൊക്കെ ഇതൊക്കെ സ്വാഭാവികമായി. ഉമ്മൻചാണ്ടി ഇരുന്നില്ലേ? അല്ല, ഉമ്മൻചാണ്ടി പോയിരുന്നിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാണ്ട് വിളിപ്പിക്കാലോ? ഉമ്മൻചാണ്ടി ഇരുന്നില്ലേ? ചോദ്യം ചെയ്യാണ്ട് വിളിപ്പിക്കാലോ? ചെയ്തെന്താണ്? അങ്ങോട്ട് ED-യുടെ മുമ്പിലാണോ? അത് ED-യുടെ മുമ്പിലാണോ? ED-യുടെ മറ്റൊരു ഏജൻസിയുടെ മുന്നിലാണ്. മറ്റൊരു ഏജൻസി സംസ്ഥാന സർക്കാർ തന്നെ അപ്പോയിന്റ് ചെയ്ത കമ്മീഷന് മുമ്പിലാണ് ഉമ്മൻചാണ്ടി പോയിരിക്കുന്നത്. അതുപോലെയാണോ ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെ, അല്ലെങ്കിൽ ലോക്കൽ പോലീസിൽ ഇത്തരം ഏജൻസികളൊന്നും ചിലപ്പോൾ DGP അറിയിക്കണമായിരുന്നോ?
അവർക്ക് സുരക്ഷ ഒരുക്കണമെന്നുണ്ടെങ്കിൽ, കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്ത് കൊമ്പ് കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിക്കാന്നാണോ? പിന്നെ ഇന്ന് കാണിച്ച അവിടെ തോന്നിയാസല്ലേ, അടിച്ചു പൊളിച്ചും തോന്നിയാസല്ലേ? അതൊരു കാരണം അവർക്ക് മാത്രം വികാരപ്രകടനം നടത്താൻ ആരെങ്കിലും അവർക്ക് എന്തെങ്കിലും അങ്ങനെയല്ലല്ലോ ഇത്. കാരണം മാധ്യമങ്ങളോ 8 മണിക്കൂറായിട്ട് അവരുടെ നേതാവിനെ അതിന്റെ ഒരു വീടിനകത്ത് ബന്ദിയാക്കി പോലെ വെച്ചിരിക്കുന്നു എന്നുള്ള പ്രചരണം നടത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചില വിവരങ്ങൾ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് കൊടുക്കണമെന്ന് ഇഡിയുടെ ഓഫീസിൽ എന്തിരിക്കുന്നതാണ്. പത്രക്കുറിപ്പ് കൊടുക്കണം, ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പത്രക്കുറിപ്പ് കൊടുത്തു കഴിയില്ലേ? അതിന്റെ ആവശ്യം അവർ ആകെ കുറച്ച് സമയം കൊണ്ട് ഇവിടെ വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ച് പോകാൻ വേണ്ടി കാര്യങ്ങൾ സംസാരിച്ച് പോകുമെന്നല്ലല്ലോ പറഞ്ഞത്. അവർ ആദ്യം പുറത്തേക്ക് വിട്ട വിവരങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് തന്നെയാണ് പറഞ്ഞത് ഇന്നും നാളെയും ഒരുപക്ഷെ ഈ റെയ്ഡ് തുടർന്നേക്കാം എന്ന് ഇ ഡി പറഞ്ഞു എന്ന് പറഞ്ഞു. ഇഡി പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഏഷ്യാനെറ്റ് പറഞ്ഞുകൊണ്ട് ഏഷ്യാനെറ്റ് ഇന്ന് നടന്നിരിക്കുന്ന ഇന്ന് നടന്നിരിക്കുന്ന അക്രമത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടന്നിരിക്കുന്ന അക്രമത്തില് പാർട്ടിയേക്കാൾ കൂടുതലായിട്ട് ഇതിനകത്ത് തെറ്റുകാരെന്ന് പറയുന്നത് മാധ്യമങ്ങൾ തന്നെയാണ്. മാധ്യമങ്ങളും പോലീസും ഇത് തെറ്റുകാരാണ്. അതുപോലെ തന്നെ ഈ ഇത്തരത്തിലെ വികാര പ്രകടനങ്ങളല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഇത് പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ തെളിവെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ പാർട്ടിയെ തകർക്കാൻ വേണ്ടിയുള്ള കുൽസിത ശ്രമം എന്നൊക്കെ പറയുന്നതൊക്കെ അബദ്ധജടിലമാണ്. ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചോട്ടെ, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിക്കാം, എന്ത് ഈ പാർട്ടിക്ക് ഒന്നും സംഭവിക്കുക? ഒരു ചുക്കും സംഭവിക്കില്ല ഈ പാർട്ടിക്ക്. ഒന്നും സംഭവിക്കില്ല. ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ദുരുപയോഗം ചെയ്യുന്നതിനെ മാത്രമേ നമ്മളോട് ഞാൻ ചോദിക്കുന്നത്. വികാരപരമായിട്ട് പ്രകടനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. കാരണം തിരുവനന്തപുരത്ത് വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രകടനം നടന്നു. പറയുന്നതാണ്. അപ്പൊ അന്ന് ആ നടന്ന പ്രകടനത്തിൽ അവരുടെ സ്വന്തം നേതാവായിട്ടുള്ള KC വേണുഗോപാലിന്റെ ഉമ്മൻചാണ്ടിയുടെ വരെ ഫ്ലെക്സ് വലിച്ചു കീറുന്നത് നമ്മൾ കണ്ടതാണ്. അതൊരു വികാരമാണെങ്കിൽ ഇതിനൊരു വികാരം. ഒരു ഫ്ലെക്സ് വലിച്ചു കീറുന്നതും ഇഡിയുടെ ഉദ്യോഗസ്ഥന്മാർ സഞ്ചരിച്ച കാറ് തല്ലിപ്പൊളിക്കുന്നു. 8 മണിക്കൂർ സമയം ഒരു മുൻ മുഖ്യമന്ത്രിയെ 10 വർഷം മുഖ്യമന്ത്രിയായിട്ടിരുന്ന ആളെ ബന്ദിയാക്കി എന്നുള്ള വാർത്ത സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യം. സ്വാഭാവികമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസ് അന്വേഷണത്തിന് ആളുകൾ അതിരാവിലെ 6 മണിക്കെത്തി ഒരു കള്ളനെ ചോദ്യം ചെയ്യുന്ന പോലെ കേന്ദ്ര സർക്കാർ ഇഡിയെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ശക്തമായിട്ട് കേരളം എതിർക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ. കേരളത്തിലെ ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടല്ലോ മടിയിൽ കനവനെ ഭയക്കാനുള്ളത്. എന്തിനാ ഭയന്നു പോയത്? മടിയിൽ കനമുള്ളതുകൊണ്ടല്ലേ ആര് ഭയന്നു? തിരിച്ചിറങ്ങി വന്നതിന് ശേഷം പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടിയാണ് പ്രവർത്തകരെ നടത്തി. കുറെ ആൾക്കാർ അവർക്ക് ആവേശം ഉണ്ടാക്കാൻ വേണ്ടി അഭിസംബോധന ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഭാവവ്യത്യാസം ഉണ്ടായിരുന്നോ മുഖത്ത്? അയാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ, ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല.